ഇന്നാണ് അജിയുടെയും പൊന്നുവിൻ്റെയും മനസ്സമ്മതം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. രാവിലെ തന്നെ എലീനയും നിരഞ്ജനും വന്നിട്ടുണ്ടായിരുന്നു. ഹരിദാസ്, ശ്രീദേവി, രാജനും ഹരിതയും കൂടെ പള്ളിയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭദ്രനോട് മാത്രം ഹരിദാസ് ഒന്നും മിണ്ടിയില്ല. അയാളോട് ഭദ്രനും. പൊന്നുവിന് ഒരുക്കുന്ന തിരക്കിലാണ് എലീന. അവൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കുവാണ് നന്ദു. നിത്യ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, എല്ലാം നോക്കിക്കൊണ്ട്. പൊന്നു, ഈ ഡ്രസ്സൊക്കെ ഇട്ട് അത്രയും നേരം അവിടെ നിൽക്കേണ്ട നീ? നിത്യ ചോദിച്ചു. അത് സാരല്ല, എന്നാൽ ഇതൊക്കെ ഇടണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്, പൊന്നു മറുപടി പറഞ്ഞു. പൊന്നു അനങ്ങാതിരുന്നേ. ഓക്കെ മേഡം, പൊന്നു മറുപടി കൊടുത്തു. മുറ്റത്ത് പന്തലിടുന്ന തിരക്കിലാണ് ഭദ്രനും ആദിയും നിരഞ്ജനും. നല്ല വലുപ്പത്തിൽ അലങ്കരിച്ച പന്തലായിരുന്നു. എടാ, നാളത്തെ മണ്ഡപം ഇവിടെ സെറ്റാക്കല്ലേ? പിന്നളിയാ, നാളെ നിങ്ങൾ ഹണിമൂണിന് പോവില്ലേ? അതേടാ, എല്ലാവരും പോവും. ആ, ആദ്യളിന് എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾ മൂന്നാറിലേക്ക്. അപ്പോൾ ഭദ്രാളിയനോ? ഞങ്ങൾ മസനഗുടി വഴി ഊട്ടിയിലേക്ക്. ഓ, നിരഞ്ജൻ തലയിൽ കൈവച്ചു. പൊന്നുവിൻ്റെ ഒരുക്കം കഴിഞ്ഞു. നല്ല സുന്ദരിയെ എലീന അവൾ ഒരുക്കിയിരുന്നു. ഒരു വൈറ്റ് കളർ ലെഹങ്കയായിരുന്നു പൊന്നുവിൻ്റെ വേഷം. തലമുടിയുടെ അടിഭാഗത്ത് ഷാള് ക്ലിപ്പ് ചെയ്തു. വൈറ്റ് സ്റ്റോൺ വർക്ക് ചെയ്ത ഒരു നെക്ലേസും അതേ കളർ സ്റ്റോൺ വർക്കും കമ്മലുമാണ് അവൾ ഇട്ടിരുന്നത്. ആ ഒരു വേഷത്തിൽ പൊന്നുവിനെ കാണാൻ അതിമനോഹരമായിരുന്നു. കണ്ണാടിന് മുന്നിൽ നിന്ന് കമ്മലിടുമായിരുന്നു നന്ദു. അവളുടെ ഒരുക്കം കഴിഞ്ഞിരുന്നു. സ്റ്റോൺ ആൻഡ് മെറ്റീരിയൽ കൊണ്ട് ഡിസൈൻ ചെയ്ത ഒരു സാരിയാണ് നന്ദുവിൻ്റേത്. ഇതേ ഡിസൈൻ വരുന്ന ബ്ലൗസായി ഇട്ടിരുന്നത്. ഒരു കുഞ്ഞു വെള്ളപ്പൊട്ടും സിന്ദൂരവും താലിയും ഒരു കുഞ്ഞു കമ്മലും മാത്രമായിരുന്നു നന്ദുവിൻ്റെ ഒരുക്കം. കണ്ണെഴുതി കയ്യിൽ 2 വളയും ഇട്ട് കഴിഞ്ഞതും നന്ദുവിൻ്റെ ഒരുക്കം കഴിഞ്ഞിരുന്നു. വൈറ്റ് സാരിയിൽ ഗോൾഡൻ സ്റ്റോൺ വർക്ക് വരുന്ന ഒരു സാരിയാണ് നിത്യയുടേത്. മുടിയെല്ലാം ഒരുമിച്ച് കെട്ടിവെച്ചു. കഴുത്തിൽ താലിയും സിന്ദൂരവും ഒരു കമ്മലും മാലയും മാത്രമായിരുന്നു നിത്യ ഇട്ടിരുന്നത്. അങ്ങനെ 10:30 എല്ലാവരും പള്ളിയിലെത്തി. ഭദ്രന്റെയും ആദിയുടെയും കൈ പിടിച്ചുകൊണ്ട് പൊന്നു പള്ളിയിൽ കയറി. ലെഹങ്കയിൽ സുന്ദരിയായി വരുന്ന പൊന്നുവിനെ കണ്ടതും അജി കണ്ണെടുക്കാതെ നോക്കി നിന്നു. പൊന്നു വന്ന് അജിയുടെ അടുത്ത് വന്നു നിന്നു. എല്ലാവരും നിശബ്ദരായി. പൊന്നു അജി ഇടങ്ങളിട്ട് നോക്കി. പള്ളിയിൽ അച്ഛൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അജിയുടെയും പൊന്നുവിൻ്റെയും നെറ്റിയിൽ കുരിശു വരച്ചു. മനസ്സമ്മതം നടന്നു. അജി പൊന്നുവിൻ്റെ കയ്യിൽ മോതിരം അണിയിച്ചു. പൊന്നു അജിയുടെ കയ്യിലേക്കും. ഭദ്രന്റെയും ആദിയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. അപ്പോഴേക്കും ഹരിദാസും ഭാര്യയും രാജനും ഭാര്യയും എത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് നിരഞ്ജനും എലീനയും ഇരുവരും കൈ മുറുകെ പിടിച്ചു. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അജിയുടെയും പൊന്നുവിൻ്റെയും മനസ്സമ്മതം കഴിഞ്ഞു. ഇനി തൻ്റെ ആമയെ സ്വന്തമാക്കാനുള്ള കാത്തിരിപ്പിലാണ് അജി. ആ വീട് കല്യാണ ആരവത്തിൽ നിറഞ്ഞു. ആളുകളെല്ലാം വന്നു നിറഞ്ഞു. എല്ലാവരെയും സ്വീകരിക്കാൻ ഭദ്രനും ആദിയും നിരഞ്ജനും ഓടി നിന്നു. റൂമിൽ കണ്ണാടിയുടെ മുന്നിലിരിക്കുവാണ് പൊന്നു. അവളുടെ മുഖം വിടുന്ന് ചുവന്നിട്ടുണ്ട്. നിത്യയും എലീനയും നന്ദുവും അവൾക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യുകയാണ്. സെറ്റ് സാരിയായിരുന്നു പൊന്നുവിൻ്റെ കല്യാണ വേഷം. അധികം ആഭരണങ്ങളൊന്നുമില്ലാതെ ഒരു ചെയിനും ഒരു ജോഡി ഗിമിക്കി കമ്മലുമാണ് പൊന്നു ഇട്ടത്. കണ്ണിൽ കൺമഷിയും കറുത്തൊരു പൊട്ടും ചന്ദനക്കുറിയുമുള്ള സിമ്പിൾ മേക്കപ്പായിരുന്നു അവളുടേത്. മോളെ എലീന, എല്ലാം കഴിഞ്ഞില്ലേ? ഞാൻ പോയൊന്ന് ഡ്രസ്സ് മാറട്ടെ, സാരി എടുക്കണം, നന്ദു പറഞ്ഞു. എന്നാ നീ പോയി സാരി എടുത്തോ, പൊന്നിന് ഞാൻ വാരി കൊടുത്തോളാം, നിത്യയും പറഞ്ഞു. എലീന, കഴിഞ്ഞ നീ വലത് എടുത്ത് കഴിക്കണേ. ആ, ഓക്കെ. നന്ദു സാരി എടുക്കാനായി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ റൂമിലേക്ക് നടന്നു. പ്ലെയിൻ യെല്ലോ കളറിൽ ഗോൾഡൻ കര വരുന്ന സാരിയും പ്ലെയിൻ യെല്ലോ കളർ ബ്ലൗസുമായിരുന്നു നന്ദുവിൻ്റെ വേഷം. മുടി നേർവാർച്ചയിലെടുത്ത് കെട്ടി 2 സൈഡിലേക്ക് പിരിച്ചു കെട്ടിയിരുന്നു. കഴുത്തിൽ 3 ലെയർ വരുന്ന കുഞ്ഞു മുത്തുള്ള ഗോൾഡൻ കളർ ചെയിനും കുഞ്ഞു ജിമിക്കിയും ഇട്ടിരുന്നു. ഒരു കറുത്ത പൊട്ടും സിന്ദൂരവും താലിയും ഇട്ടു. കണ്ണിന് മുകളിൽ ഐലൈനർ എഴുതി താഴെ കൺമഷിയും. കയ്യിൽ 2 ജോഡി വളയിട്ടു. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നന്ദുവിൻ്റെ ഒരുക്കങ്ങൾ. ശേഷം അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ആദിയുടെ അടുത്തേക്ക് പോകാൻ നിന്ന് നന്ദുവിൻ്റെ അടുത്തുള്ള റൂമിൽ നിന്നും ഒരു കൈ വന്ന് പിടിച്ചുകൊണ്ട് റൂമിലേക്കാക്കി. ഒച്ചയെടുക്കാൻ വാ തുറന്നതും കൈ കൊണ്ട് വാ പൊത്തി പിടിച്ചു. പിന്നെ നന്ദുവിന് മനസ്സിലായി ആദിയാണെന്ന്. ആദ്യം നന്ദുവിനെ അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നന്ദുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എൻ്റെ ശ്രീമോളെ, നിന്നെ കാണാൻ നല്ല രസം കിട്ടാവും. ഇപ്പോഴാണ് തോന്നുന്നേ? അല്ലെന്നേ, നീ സാരി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നന്ദുവിനെ ചുമരോട് ചേർത്തി അവളുടെ വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. വിട്ടേ, പൊന്നിൻ്റെ അടുത്തേക്ക് പോവാനുള്ളതാ. അതൊന്നും പറ്റില്ല, ആദ്യമായിട്ടൊന്ന് കാണട്ടെ. നന്ദുവിൻ്റെ ചുണ്ടിലൂടെ വിരലോടിച്ചുകൊണ്ട് ആദി പറഞ്ഞു. നന്ദു ആദിയുടെ കണ്ണിലേക്ക് നോക്കി. പതിയൊരു കൈ കൊണ്ട് നന്ദുവിൻ്റെ വയറിൽ തലോടി മറുകൈ കൊണ്ട് അവളുടെ ചുണ്ടിനെ ഞെരടിക്കൊണ്ട് ആദി താഴ്ന്നു വന്ന് അവളുടെ ചുണ്ടിനെ അവൻ്റെ വായിലാക്കി നുണയാൻ തുടങ്ങി. നന്ദുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു. ആദിയുടെ തോളിൽ നന്ദുവിൻ്റെ കൈ അമർന്നു. നന്ദുവിൻ്റെ വയറിൽ അപ്പോഴും ആദിയുടെ കൈ തലോടിക്കൊണ്ടിരുന്നു. ചെക്കൻ്റെ വീട്ടുകാരുടെ കാറ് പന്തലിന് മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്നും അജിയും വർഗീസും രാജനും ഹരിതയും രാഗിണിയും ഇറങ്ങി. അപ്പോഴേക്കും ഹരിദാസും ശ്രീദേവിയും വന്നിരുന്നു. ആദ്യം വന്ന് അജിയുടെ കാല് കഴുകി. ഭദ്രൻ മാലയിട്ട് അവരെ സ്വീകരിച്ചു. എല്ലാവരും അകത്തേക്ക് കയറി. പൂജാരി അഗ്നിക്ക് മുന്നിലിരുന്ന് പൂജ തുടങ്ങി. അജി എല്ലാവരും ചേർന്ന് മണ്ഡപത്തിലേക്ക് ഇരുത്തി. മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങി. ഹരിദാസും നിരഞ്ജനും ശ്രീദേവിയും അവിടെ ഒരു ഭാഗത്ത് നിന്നു. മുഹൂർത്തത്തിന് സമയമായി, പെൺകുട്ടിയെ വിളിച്ചോളൂ, പൂജാരി പറഞ്ഞു. നന്ദു നിത്യയും കൂടെ പൊന്നുവിനെയും കൊണ്ടുവന്നു. സെറ്റ് സാരിയിൽ അധികം സുന്ദരിയായിരുന്ന പൊന്നുവിനെ അജി കണ്ണെടുക്കാതെ നോക്കി. പൊന്നുവിനെ അജിയുടെ അടുത്ത് കൊണ്ടിരുത്തി. എല്ലാവരുടെ സന്തോഷം മലതല്ലി. പൊന്നു അജിയുടെ മുഖത്തേക്ക് നോക്കി. അജി പൊന്നുവിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. പൂജാരി നീട്ടിയ താലത്തിൽ നിന്നും അജി മഞ്ഞച്ചെടിയിൽ കോട്ട് താലിയെടുത്തു. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച ശേഷം പൊന്നുവിൻ്റെ കഴുത്തിലേക്ക് ആ താലി ചേർത്തു. അജിക്ക് മുന്നിലിരുന്ന് കൈകൂപ്പിക്കൊണ്ട് തല കുണിച്ചു പൊന്നു.
അജി ആ താലി 3 കെട്ട് മുറുക്കുമ്പോഴും അവൻ്റെ കൈ വിറച്ചിരുന്നു, കണ്ണു നിറഞ്ഞിരുന്നു. സിന്ദൂരമെടുത്ത പൊന്നുവിൻ്റെ സീമന്തരേഖയിൽ ഒരിക്കലും മായാത്ത പോലെ ചുവപ്പിച്ചു. അവൻ അത്രമേൽ പ്രിയപ്പെട്ടതെന്തോ അവളിലുണ്ട്. അതാണ് അവളിലേക്ക് അവനെ അടുപ്പിച്ചതും ഒരിക്കലും വിട്ടുപോകാനാതെ അവളിലേക്ക് മാത്രം അവനെ ചേർത്തതും. ഭദ്രനും ആദ്യം ചേർന്ന് പൊന്നുവിൻ്റെ വലങ്ങായി ആദ്യയുടെ കയ്യിലേക്ക് ചേർത്ത് കൊടുത്തു. രണ്ടുപേരുടെയും കണ്ണു നിറഞ്ഞിരുന്നു. അഗ്നിക്ക് ചുറ്റും വലം വെച്ച ശേഷം വർഗീസിൻ്റെയും രാഗിണിയുടെയും കാലിൽ വീണ് രണ്ടുപേരും അനുഗ്രഹം മേടിച്ചു. പിന്നെ ഹരിദാസിൻ്റെയും ശ്രീദേവിയുടെയും രാജൻ്റെയും ഹരിതയുടെയും അനുഗ്രഹം അവർ മേടിച്ചു. ഭദ്രനും ആദ്യം പൊന്നുവിനെ ചേർത്ത് നിർത്തി കവളിലായി ചുണ്ട് ചേർത്തു. നന്ദുവിന് പൊന്നു ചെന്ന് കെട്ടിപ്പിടിച്ചു. അവിടെ നിന്നും ഇറങ്ങാനുള്ള സമയമായി. നന്ദുവിൻ്റെയും നിത്യയുടെയും വീട്ടുകാർ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയി. അജിക്കും പൊന്നുവിനും അവിടെ നിന്ന് ഇറങ്ങാൻ സമയമായി. ഭദ്രനെയും ആദ്യയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പൊന്നു. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആ 2 ചേട്ടന്മാർക്കും അറിയില്ലായിരുന്നു. അമ്മ! നന്ദുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പൊന്നുവിൻ്റെ ആ വിളിയിൽ എല്ലാവരും ഞെട്ടി. ഇതെൻ്റെ ഏട്ടത്തിയല്ല, അമ്മയാണ്, എന്നെ മോളെ പോലെ കൊണ്ടു നടന്നേ. നന്ദുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊന്നു പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങി. പൊന്നുവും അജിയും പോകുന്ന കാറ് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവർ 4 പേരും നോക്കി നിന്നു. 1 മണിക്കൂറിനുള്ളിൽ അജിയുടെ വീടിന് മുന്നിൽ അവരെത്തിയിരുന്നു. അവിടെ അവരെ കാത്തുന്ന പോലെ എലീനയും അവളുടെ അമ്മയും ഉണ്ടായിരുന്നു. പൊന്നുവിനെ ചേർത്ത് പിടിച്ച് അജി കാറിൽ നിന്നും ഇറങ്ങി. കരഞ്ഞ് തളർന്നു പോയിരുന്നു പൊന്നു. രാഗിണിയും വർഗീസും അകത്തേക്ക് കയറി. അപ്പോഴേക്കും എലീനയുടെ അമ്മ കത്തിച്ച് വിളക്കുമായി വന്നിരുന്നു. അത് രാഗിണിയുടെ കയ്യിൽ കൊടുത്തു. രാഗിണി ആ വിളക്ക് പൊന്നുവിനെ നേരെ നീട്ടി. അജി ഒന്ന് നോക്കിയ ശേഷം വിളക്ക് പൊന്നു 2 കൈ കൊണ്ടും മേടിച്ചു. വലതുകാലി വെച്ച് അകത്തേക്ക് കയറുമോളെ, രാഗിണി പറഞ്ഞു. 1 നിമിഷം പൊന്നു കണ്ണടച്ച് പ്രാർത്ഥിച്ച ശേഷം വലതുകാലി വെച്ച് ആ വീടിൻ്റെ നല്ല മരുമകളായി ആ പടികൾ ചവിട്ടി. എല്ലാം കഴിഞ്ഞ് അജിയും പൊന്നുവും പൊന്നു പറഞ്ഞ് അവളുടെ ആ സ്വപ്നത്തിലേക്ക് യാത്ര ആരംഭിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അജിയും പൊന്നുവും അവർക്ക് വേണ്ട ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്നിറങ്ങി. ഇച്ചായ, കുറേ ദൂരമുണ്ട് അവിടേക്ക്, നമ്മൾ എപ്പോഴും അവിടെ എത്തുക? പൊന്നു ചോദിച്ചു. എൻ്റെ ആമിക്കുട്ടി, കുറച്ച് ദൂരമുണ്ട്. ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിക്കാൻ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു. ബുദ്ധിമുട്ടായി ഇച്ചായന്? ഏയ് ഇല്ല അമ്മേ, നമുക്ക് വേണ്ടിയല്ലേ. അതിന് പൊന്നു ചിരിച്ചുകൊണ്ട് അജിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു കൊണ്ടിരുന്നു. കാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സന്ധ്യ ആയപ്പോഴേക്കും പൊന്നുവിന് ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു. അവൾ കാറിൽ തന്നെ കിടന്നുറങ്ങി. അജി പൊന്നുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു. 2 മണിക്കൂറിനുള്ളിൽ അവർ ആ വീടിന് മുന്നിലെത്തി. ആമി, ആമി! അജി പതിയെ വിളിച്ചു. പൊന്നു കണ്ണു തുറന്ന് അജിയുടെ മുഖത്തേക്ക് നോക്കി. നോക്കിയേ, ഇതല്ലേ എൻ്റെ കൊച്ചു പറഞ്ഞ കുഞ്ഞാഗ്രഹം? അജി ചോദിച്ചു. ആമി പുറത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ വിടർന്നു. ചുറ്റും മരങ്ങളാൽ നിറഞ്ഞൊരു സ്ഥലം. അതിന് നടുവിലായി ഒരു കുഞ്ഞു വീട്. ആ വീടിന് മുന്നിലായി ഒരു കുഞ്ഞു കുളം. അതിന് മുന്നിലായി ഒരു പാലമുണ്ട്. ഇലകളെല്ലാം വീട് നല്ല അടിപൊളിയായി കിടക്കുന്നുണ്ടായിരുന്നു. പൊന്നു കാറിൽ നിന്നിറങ്ങി ആ വീടിന് മുന്നിലേക്ക് ചെന്ന് നോക്കി. അജി പൊന്നുവിൻ്റെ പിറകിലൂടെ ചെന്ന് പൊന്നുവിനെ കെട്ടിപ്പിടിച്ചു. ഇഷ്ടായോ എൻ്റെ കൊച്ചിന്? അജി പൊന്നുവിൻ്റെ കാവലിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു. ഒരുപാട്. വാ ചായ, നമുക്ക് അകത്തേക്ക് കയറാം. അതും പറഞ്ഞ് പൊന്നുവും അജിയും കൂടെ ആ വീടിനുള്ളിലേക്ക് കയറി. നല്ല ബൾബുകളൊക്കെ ഇട്ട് അലങ്കരിച്ച് ആ വീട് കണ്ട് പൊന്നുവിൻ്റെ കണ്ണ് വിടർന്നു. അജി പൊന്നുവിനെ അവനെ നേരെ തിരിച്ചു നിർത്തി. പൊന്നു അജിയുടെ കണ്ണിലേക്ക് നോക്കി. അവനവളുടെ മുഖത്തേക്ക് കണ്ണോടിച്ചു. 2 കൈ കൊണ്ടും അവനവളുടെ മുഖം കയ്യിലെടുത്തു. അവളുടെ സീമന്തരേഖയിൽ ചുണ്ടു ചേർത്ത് മുത്തി. പൊന്നുവിൻ്റെ കണ്ണ് നിറഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ആ കണ്ണിൽ പതിയെ ചുംബിച്ചു. അവളുടെ മൂക്കുത്തിക്കല്ലിന് തിളക്കം കൂടി. അജി കുനിഞ്ഞ് പൊന്നുവിൻ്റെ മൂക്കുത്തിയിൽ ചുണ്ട് ചേർത്തു. പൊന്നുവിൻ്റെ പിറക്കുന്ന ചുണ്ടുകളെ അജി അവൻ്റെ വിരലിനിടയിൽ വെച്ച് ഞെരടി. പൊന്നുവിൻ്റെ ശബ്ദം ഉയർന്നു. പൊന്നുവിൻ്റെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ പതിയെ ചേർന്നു. അവളുടെ കീച്ചുണ്ടിനെ കടിച്ചുകൊണ്ട് നുണഞ്ഞു. പൊന്നു ഉയർന്നു പൊങ്ങി അജിയുടെ തോളിൽ കൈയമർത്തി. അജിയുടെ കൈ പൊന്നുവിൻ്റെ വയറിൽ അമർത്തി പിടിച്ചു. പൊന്നുവിൻ്റെ മേൽചുണ്ടിനെയും കീച്ചുണ്ടിനെയും മാറി മാറി നുണഞ്ഞുകൊണ്ട് അവൾ എടുത്തുയർത്തി. പൊന്നുവിന് ശ്വാസം വിലങ്ങി. അജിയുടെ കയ്യിൽ കിടന്ന് പൊന്നു പിടഞ്ഞതും അജി പൊന്നുവിനെ താഴെ നിർത്തി. ആമി, റൂമിലൊരു ഡ്രസ്സ് ഉണ്ട്, ആ ഡ്രസ്സ് ഇട്ടിട്ട് വാ, അജി പറഞ്ഞു. അജി പൊന്നുവിനെ നോക്കി ഹാളിലിട്ടിരിക്കുന്ന കട്ടിലിരുന്നു. തണുത്ത കാറ്റും മഴയും മരുഭൂമിയിലേക്ക് അരിച്ചിറങ്ങി. റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന പൊന്നുവിനെ കണ്ട് അജിയുടെ കണ്ണ് വിടർന്നു. അജി എഴുന്നേറ്റ് പൊന്നുവിൻ്റെ അടുത്തേക്ക് നടന്നു. പൊന്നുവിൻ്റെ അരിയിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അജി പറഞ്ഞു. എന്നെ രസം എൻ്റെ കൊച്ചിനെ കാണാൻ. ആണോ? അതെ. പൊന്നുവിനെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അജി പറഞ്ഞു. പൊന്നു അജിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ കയ്യിൽ കിടന്നു. അജി പൊന്നുവിനെ കട്ടിലേക്ക് കിടത്തി. പൊന്നുവിൻ്റെ സൈഡിലായി അജി കിടന്നു. പതിയെ ഉയർന്നുകൊണ്ട് പൊന്നുവിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു അവൻ. പതിയെ ചുണ്ടുകൾ പൊന്നുവിൻ്റെ മുഖത്തേക്ക് തെന്നി നീങ്ങി. അജിയുടെ മുഖം പൊന്നുവിൻ്റെ കഴുത്തിലേക്ക് പൂഴ്ത്തി. പൊന്നൊരു സൈഡിലേക്ക് മുഖം തിരിച്ചു. അജി അവൻ്റെ നാവ് കൊണ്ട് പൊന്നുവിൻ്റെ കഴുത്തിൽ തടവി. അജിയുടെ ഒരു കൈ പൊന്നുവിൻ്റെ മാറിൽ അമർന്നു. ഉയർന്നു പൊങ്ങി പൊന്നുവിൻ്റെ മാറിനെ ഞെരടിച്ചുകൊണ്ട് അജി പൊന്നുവിൻ്റെ കഴുത്തിൽ മുഴുവനുമായി നുണഞ്ഞുകൊണ്ടിരുന്നു. അജി നൽകുന്ന അനുഭൂതിയിൽ കണ്ണടച്ച് ചുണ്ട് കടിച്ചുകൊണ്ട് പൊന്നു കിടന്നു. അജി പൊന്നുവിൻ്റെ ചെവിയിൽ പതിയെ മുത്തി. പിന്നെ കമ്മലടക്കം വായിലാക്കി നുണഞ്ഞു. പൊന്നുവിൽ നിന്നും ശിൽക്കാര ശബ്ദം ഉയർന്നു. അജിയുടെ കാലുമായി പൊന്നുവിൻ്റെ കാലിൽ കോർത്തു. ഇരുവരും നഗ്നരായി. മഴ ഭൂമിയിലേക്ക് ആർത്തലച്ച് പെയ്യാൻ തുടങ്ങി. നഗ്നമായി കിടക്കുന്ന പൊന്നുവിൻ്റെ ഉടലഴകെ കണ്ട് അജിയുടെ രക്തയോട്ടം വർദ്ധിച്ചു. അജി പൊന്നുവിൻ്റെ മാർഗിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് നുണഞ്ഞു. 2 കൈ കൊണ്ട് പൊന്നുവിൻ്റെ മാറിനെ ഞെരിച്ചു. അജി പൊന്നുവിൻ്റെ വായിലാക്കി നുണഞ്ഞുകൊണ്ട് മറ്റേത് അമർത്തി തടവി. ഇച്ച!
പൊന്നുവിന്റെ ശബ്ദം നേർത്ത് പോയി. പൊന്നുവിന്റെ വായിലേക്ക് ചുണ്ടുകൾ അരിച്ചിറങ്ങി അവളുടെ വായിലേക്ക് മുഖം പൂഴ്ത്തി. അവിടെ നാഭിച്ചുവിയിൽ നാവിട്ട് ചുറ്റി. പൊന്നു ഉയർന്നു പൊങ്ങിക്കൊണ്ട് അജിയുടെ തലയിൽ പിടിച്ചു. അവളുടെ വായിലേക്ക് കൂടുതൽ മുഖം പൂഴ്ത്തി അവന്റെ നാവും പല്ലും പൊന്നുവിന്റെ വായന നുണഞ്ഞും കടിച്ചും രുചിച്ചു കൊണ്ടിരുന്നു. അജിയുടെ വിരൽ പൊന്നുവിന്റെ പെൺമയിലേക്ക് നീങ്ങിയതും കണ്ണുകളടിച്ച് പിടിച്ചുകൊണ്ട് പൊന്നു കിടന്നു. അവന്റെ വിരലുകൾ അവന്റെ പെൺമയിലേക്ക് ആഴ്ന്നു. നാവ് കൊണ്ട് അവളുടെ പെൺമയിൽ തലോടി. വിരലുകളുടെ വേഗം കൂടി. പൊന്നുവിന്റെ കണ്ണ് നിറഞ്ഞു. അവളുടെ മാരണം നുണഞ്ഞുകൊണ്ട് വിരലുകൾ ആയതുകൊണ്ടിരുന്നു. ആമി, കൊച്ചിനെ ഞാൻ എടുക്കാൻ പോവാം, വേദനിക്കും കേട്ടോ. സാരില്ലച്ചാ. പൊന്നു പറഞ്ഞതും അജി അവളുടെ മേലേക്ക് കയറി കിടന്നു. പൊന്നുവിന്റെ കാലുകൾ അകന്നു. അജിയെ കെട്ടിപ്പിടിച്ച് കണ്ണടച്ചുകൊണ്ട് അവൾ കിടന്നു. അജി അവളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. പൊന്നുവിന്റെ കണ്ണ് നിറഞ്ഞു. ചുണ്ടുകൾ വിറച്ചു. നിറഞ്ഞ കണ്ണിലേക്കും ചുണ്ടുകൾ ചേർത്തുകൊണ്ട് വേഗത്തിൽ അജി പൊന്നുവിലേക്ക് ഉയർന്നു താഴ്ന്നുകൊണ്ടിരുന്നു. അവന്റെ പ്രണയവും രക്തവും അവളിലേക്ക് കലർന്നു. അവളിലെ പെണ്ണിനെയും അവളിലെ പ്രണയിനെയും രക്തശുദ്ധിയോട് അവൻ സ്വന്തമാക്കി. മണിക്കൂറുകൾ നീണ്ടു മഴ പോലെ അവളിലേക്ക് അവൻ പെയ്തിറങ്ങി. വേദന മാറി അവളിലേക്ക് കാമം നിറഞ്ഞു. പ്രണയവും കാമവും ഒരുപോലെ അജി അവളിലേക്ക് ഒഴുകിക്കൊണ്ട് പൊന്നുവിന്റെ മാറിലേക്ക് തളർന്നു വീണു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവർ ഒന്നായി. അവളുടെ ഇച്ഛായനും അവൻ്റെ ആമയും. ഇനി അവരെല്ലാവരും ഒന്നിച്ച് ജീവിക്കട്ടെ. തൽക്കാലം ഞാൻ ഈ കഥ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതിൽ കൂടുതലും 18+ കണ്ടന്റുകൾ കയറി വരുന്നത് കൊണ്ട് ചാനലിന് ചിലപ്പോൾ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ കഥയെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ഇത് കൂടുതലായിട്ട് വായിക്കണം എന്നുള്ള ആളുകൾ പിന്നെ ഭദ്രൻ്റെ കുഞ്ഞിപ്പെണ്ണ് എന്ന് പ്രതിലിപിയിൽ അടിച്ചു കൊടുത്താൽ ഈ കഥ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. അത് നിങ്ങൾ വായിക്കുക. അതല്ലാതെ ഇനി ഈ കഥ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ ഓവറായിട്ടാണ് ഇതിൽ സെക്സ് വരുന്നത്. അതെൻ്റെ ഫാമിലിയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് അവസാനിപ്പിക്കുന്നത്. നിങ്ങളെന്നോട് ക്ഷമിക്കുമെന്ന് ഉറപ്പോടെ സ്നേഹപൂർവ്വം സാലിം കരുളായി.